ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ, അത് വഴി കാണിക്കുന്നു, ലില്ലത്തീ ഹിയ അഖ്വം, ഏറ്റവും ബെസ്റ്റായ, ഏറ്റവും നേരെ സ്ട്രൈറ്റ് ആയ വഴിയിലേക്ക്. ഇനി അതിനേക്കാളൊരു നല്ല വഴി ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. ആ വഴിയിലേക്കാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? മനുഷ്യർക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യുക ഒരു ദിവസവും നമുക്ക് ഒഴിവുണ്ടാകാൻ പാടില്ല. എന്നും നമ്മൾ ഖുർആൻ ഓതണം. അതൊരു രീതിയായി നമ്മൾ സ്വീകരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് വിശുദ്ധ ഖുർആൻ മിനിമം ഒരു ജുസ് എങ്കിലും, ഇനി അതിനും സാധ്യമായില്ലെങ്കിൽ അര ജുസിലൊന്നും കമ്മിയാക്കി നമ്മൾ പാരായണം ചെയ്യരുത്. അതിനൊക്കെ ഏറി വന്നാൽ എത്ര മിനിറ്റാ വരികയാണ് നമ്മൾ കണക്കാക്കണം. ഒരു 10-40 മിനിറ്റ് ഉണ്ടായാൽ ഒരു ജുസ് പൂർത്തിയാക്കാൻ പറ്റും. നമുക്ക് ഒരു കഷ്ടം പാരായണം ചെയ്യാൻ നമുക്ക് 4 മിനിറ്റാണ് മാക്സിമം, നല്ല പാരായണമാണെങ്കിൽ വരിക. ഒരു കഷ്ടം പാരായണം ചെയ്യാൻ അങ്ങനെ 10 കഷ്ടമാകുമ്പോൾ 40 മിനിറ്റ്, അങ്ങനെയാണ് ഞാൻ കൂട്ടി പറഞ്ഞത്. ഒരു 20 മിനിറ്റ് നമുക്ക് 24 മണിക്കൂറിൽ നമുക്ക് കിട്ടൂല എന്നുണ്ടോ? ആർക്കും ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. കാരണം അള്ളാഹു പറയുന്നത് എന്താണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, പിന്നെ നിസ്കരിക്കുക, അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക, അവർക്കൊക്കെ അള്ളാഹ് നൽകുന്ന ഓഫർ എന്താ? യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത ബിസിനസ്സിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഏത് ബിസിനസ്സിനും നഷ്ടവും ലാഭവും പ്രതീക്ഷിക്കുക, ഇത് ലാഭം മാത്രമാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അതിൽ നിന്ന് മുഖം തിരിക്കുന്നത്? അതുകൊണ്ട് സമയമില്ല എന്ന് നമ്മൾ ആരും പറയരുത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ലോകത്തെല്ലാവർക്കും 24 മണിക്കൂറാണ് തരുന്നത്. അതിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് നമ്മൾ പല ഘട്ടങ്ങളിലാക്കിയിട്ട് നീക്കി വെച്ചാൽ, പല ആളുകളും നമുക്ക് നിർദ്ദേശങ്ങളായിട്ട് പറയുമ്പോൾ പറയും 5 നേരത്തെ നിസ്കാരങ്ങളിൽ നിങ്ങൾ ഈ 2 കഷ്ണം ഓതിയാൽ മതി. അപ്പൊ 10 കഷ്ണമായി. 5 നേരം നിസ്കരിക്കുന്നില്ലേ എപ്പോഴെങ്കിലും ആയിട്ട്? അപ്പൊ എന്തായിരുന്നാലും അത് നമ്മൾ കൃത്യമായിട്ട്, അള്ളാന്റെ റസൂലിനോടാണ് കൽപ്പന, വത്തുലു, നീ പാരായണം ചെയ്യുക. അത് നബിതങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല, എല്ലാവർക്കും ഉള്ള കൽപ്പനയാണ്. മാ ഊഹിയ ഇലൈക, എന്തിനെ? താങ്കളിലേക്ക് വഹിയായി നൽകപ്പെട്ടതിനെ. മിൻ കിതാബി റബ്ബിക, നിന്റെ യജമാനായ റബ്ബിന്റെ കിതാബിൽ നിന്ന് താങ്കൾക്ക് ബോധനം നൽകപ്പെട്ടതെന്തോ അതിനെ നീ പാരായണം ചെയ്യുക. ഒരർത്ഥം, അതിനെ നീ പിന്തുടരുക. പാരായണം ചെയ്യാൻ മാത്രമല്ല, ഖുർആൻ കേവലം പാരായണത്തിനുള്ളതല്ല, അത് പ്രവർത്തിക്കാനും കൂടി ഉള്ളതാണ്. അതാണ് ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഇങ്ങനെ നബിതങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിലും ഇതേപോലൊരു പ്രയോഗം കാണാൻ സാധിക്കും. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതിനെ താങ്കൾ പാരായണം ചെയ്യുക. വാഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക. അൻകബൂത്തിൽ അത് കാണാൻ സാധിക്കും. ഇനി സൂറത്തുൻ നംലിലെ 92-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 91-92 ഇന്നമാ ഉമിർത്തു, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിന്? അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ റബ്ബിനെ മാത്രം ആരാധിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറയണ ഉമിർത്തു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനായിരിക്കണം എന്നും എന്നോട് നിർബന്ധമായും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുന്ന ഒരു മുസ്ലിം ആയിരിക്കണം ഞാൻ. മൂന്നാമത്തത് നോക്കൂ, വ അൻ അത്ലുവൽ ഖുർആന, ഖുർആൻ ഞാൻ പാരായണം ചെയ്ത് അതിനെ പിന്തുടരണമെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അൻആമിലെ 106-ാമത്തെ ആയത്തിൽ കാണാം, ഇത്തബിഉ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക. കാണോ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണില്ലേ? തല എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ഇത്തബഅ, ഒന്ന് ഖറഅ, പാരായണം ചെയ്തു. ഇനി ഖുർആനിനെ ഒരു ആയത്തിനെ മറ്റൊരായത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും. ഇവിടെ കൃത്യമായിട്ട് അള്ളാഹ് പ്രയോഗിച്ച പദം തന്നെ അതാണ്, ഇത്തബിഉ, നീ പിൻപറ്റുക. മാ ഊഹിയ ഇലൈക, മാ ഊഹിയ ഇലൈക മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിച്ച് കിട്ടിയതിനെ നീ പിൻപറ്റുക എന്ന് തന്നെ സൂറത്തുൽ അൻആമിലെ 106-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്തു സുഖ്റുഫ് 43-ാമത്തെ ആയത്തിൽ കുറച്ചും കൂടെ ഗൗരവത്തിലുള്ള സ്വരമാണ്. ഫസ്തംസിക്,
ഫസ്തംസിക് എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിച്ചോളണം എന്നാണ്. ഇസ്തംസക, നീ മുറുകി പിടിക്കുക. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക, കണ്ടോ, താങ്കൾക്ക് വഹയായി നൽകപ്പെട്ട ഈ ഖുർആനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. സൂറത്തു സുഹ്റുഫിലെ 43-ാമത്തെ ആയത്ത്. ഇങ്ങനെ നമ്മൾ അങ്ങ് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് ഇതിനുള്ള കൽപ്പനകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സമൂഹത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞ ഓരോ ഹിസ്ബ് വേണം. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യം ചെയ്യാവുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദിക്റാണ്, അഫ്ളൽ ദിക്റാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ഡെയിലി നമ്മൾ പാരായണം ചെയ്യണം. അത് ഏതെങ്കിലും ഒരു സമയത്തായിട്ട് നമുക്കൊരു ദിവസത്തിൽ നമ്മളൊരു ജുസ് അല്ലെങ്കിൽ അര ജുസ് എങ്കിലും, അപ്പൊ 2 മാസം കൊണ്ട് ഒരു ഖത്തം തീരും. 2 ജുസ് അര ജുസ് ആവുമ്പോൾ ഒരു ജുസ് ആവുമ്പോൾ 1 മാസം കൊണ്ട് തീരും. അത് നമ്മളൊരു കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പായിട്ട് അന്നത്തെ ആ അജണ്ട പൂർത്തിയാക്കിയിരിക്കണം. അങ്ങനെ ഒരു നിയമം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓതിയിരിക്കും. അപ്പൊ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് സമയം ഉണ്ടായില്ല, ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അന്നത്തെ ആ കോട്ട പൂർത്തിയാക്കിയിട്ട് ഉറങ്ങാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഖബറ്, നമ്മുടെ മഹ്ശർ, നമ്മുടെ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയാകുന്ന തുടക്കമാകുന്ന മരണം, മൗത്ത്, ഇതിലൊക്കെ വലിയ സമാധാനം ഉണ്ടാവും. കാരണം റബ്ബാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളെ മനസ്സിന്റെ ആശ്വാസം ഈ ഗ്രന്ഥത്തിലൂടെയാണ്, ഇതിലൂടെയാണ്, ദിക്റുള്ളയിലൂടെയാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാന്റെ കലാമ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു വീഴ്ചയും വരുത്തരുത്. 12 റക്അത്ത് കൃത്യമായി സുന്നത്തിൽ കണിശത പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീട് എന്ന് അള്ളാന്റെ ഓഫറാണ്. അള്ളാന്റെ റസൂലാണ് നമുക്ക് അറിയിച്ചു തന്നത്. ആ 12ന്റെ പുറമെ വേറെയും ളുഹയും മറ്റും പലതായ നിസ്കാരങ്ങളുണ്ട്. പക്ഷെ റവാത്തിബായി കൊണ്ട് 12 റക്അത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ, സ്വർഗണ്ട് എന്നാ പറയും. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണം. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാന്റെ കിതാബിനെ നമ്മൾ പാരായണം ചെയ്യുക, അതിനെ പിന്തുടരുക. വിശുദ്ധ ഖുർആനിന്റെ അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താ ഈ ഇത്തരം സദസ്സുകൾക്ക് ഇത്ര വലിയ പ്രത്യേകത? എന്താ? അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുക, അത് വിശദീകരിക്കുക. അങ്ങനെയുള്ള സദസ്സുകളിൽ മലായിക്കത്തുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു. റബ്ബിന്റെ പ്രത്യേകമായ റഹ്മത്ത് അവിടെ ഇറങ്ങുന്നു, റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യം അവിടെ വർഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം വേദികളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തണം. നമുക്കൊരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാകും ഇവിടെ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ശാരീരികമായും മാനസികമായും ഒക്കെ അല്ലാത്ത ആളുകൾ ലോകത്തുണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തരം വേദികളിലൊക്കെ വന്നിരിക്കുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ 1 മണിക്കൂറിൻ്റെ അകത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹിനോട് പറയാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തണം. ഇടയ്ക്ക് ദുആ ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങൾ. അതൊക്കെ ഇത്തരം വേദികളിൽ വെച്ച് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രത്യേക ഇജാബത്ത് ഉണ്ടാവും. കാരണം ഇത് മലായിക്കത്തുകൾ പൊതിയുന്ന ഖശിയത്തുഹുമുർ റഹ്മ നസലത്ത് ഫീഹിമുൽ റഹ്മ, സക്കീന, ശാന്തി ഇറങ്ങുന്നത്, സമാധാനം ഇറങ്ങുന്നത് എന്നൊക്കെ പറയുന്ന സദസ്സുകളാണ്. അപ്പൊ അതൊക്കെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലാസ്സിന് വരാതിരിക്കരുത്. നിങ്ങൾ ക്ലാസ്സിന് വന്ന് നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾ ടെൻഷൻ പോയിട്ടുണ്ടാവും. യാതൊരു സംശയവും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഓഫറല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയുണ്ടോ, പ്രയാസമുണ്ടോ, നേരെ മറിച്ച് നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് പിറകോട്ട് പോയി നോക്കൂ, ശൈത്താനാണ് കൊണ്ടുപോകും. ഇനി തിരിച്ചു വരാൻ കഴിയില്ല. ഒരു ക്ലാസ് നഷ്ടപ്പെട്ട ശൈത്താൻ പറയും അതിന്റെ തുടർച്ച പോയി, ഇനിയിപ്പോൾ അത് വേണ്ടാന്ന്. അങ്ങനെ പിന്നീട് ഒഴിവാകും. അങ്ങനെ എത്രയോ ആളുകൾ ഒഴിവായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവരുത്. അള്ളാന്റെ കലാമ് പാരായണം ചെയ്യുന്ന സദസ്സിന് വലിയ ബറക്കത്തുണ്ട്, വലിയ ബറക്കത്ത്. നമ്മളാരുടെയും ബറക്കത്തല്ല, നമ്മൾ പാരായണം ചെയ്യുന്ന വചനങ്ങളുടെ ഇവിടെ നമ്മൾ കാണാത്തവരായ മലായിക്കത്തുകളുടെ സാന്നിധ്യമൊക്കെയുണ്ട്. റഹ്മത്തിന്റെ മലായിക്കത്തുകളാണ്. അപ്പൊ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ദുന്യവിയും മുഹറവിയുമായ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളതിങ്ങനെ മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുക. ഈ സദസ്സ് അതിന് ഏറ്റവും ഇജാബത്ത് കിട്ടും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആദ്യമായി വത്ലുമാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക.